السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. ما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട വിശ്വാസികൾ, الإمام العلامة عبد العزيز بن عبد الله بن باز رحمه الله വളരെ പ്രശസ്തമായ ദുറൂസുൽ മുഹിമ്മ ലിആമത്തിൽ ഉമ്മ എന്ന കിതാബിൽ നമ്മൾ ഒന്നാമത്തെ ദർസ് നമ്മൾ അവസാനിച്ചു. ഫാത്തിഹയുടെയും ചെറിയ സൂറത്തുകളുടെയും തഫ്സീറായിരുന്നു. രണ്ടാമത്തേത് അദ്ദർസു അത്താനി, രണ്ടാമത്തെ പാഠം അർക്കാനുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ അർക്കാനുകൾ, അതിനെ പറ്റിയാണ്. ഇസ്ലാം നിലനിൽക്കുന്ന ഇസ്ലാമിന്റെ സ്തംഭങ്ങൾ ഏതൊക്കെയാണ് അതിനെ പറ്റിയാണ്. ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറയുകയാണ്, മത്തിനെ ഒന്ന് വായിക്കാം. അദ്ദർസുൽ സാനി അർക്കാനുൽ ഇസ്ലാം ബയാനു അർക്കാനുൽ ഇസ്ലാമിൽ ഖംസ, ഇസ്ലാമിന്റെ 5 അർക്കാനുകൾ, അതിനെ വിശദീകരിക്കുക. വഅവ്വലുഹാ വഅഅ്ളമുഹാ, അതിൽ ഒന്നാമത്തേതും അതിൽ ഏറ്റവും മഹത്തരമായതും ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹുവിലും അതുപോലെ മുഹമ്മദ് റസൂലുള്ളാഹിയിലുമുള്ള ഷഹാദത്താണ്. ബിശർഹി മആനിഹാ, അത് രണ്ടിന്റെയും അർത്ഥം വിശദീകരിച്ചുകൊണ്ട്. മഅ ബയാനി ശുറൂത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തുകൾ ഏതൊക്കെയാണോ അതും വിശദീകരിച്ചുകൊണ്ട്. വമഅനാഹ, അതിന്റെ അർത്ഥം എന്നത് ലാ ഇലാഹ നാഫിയൻ ജമീഅ മാ യുഅബദു മിൻ ദൂനില്ലാഹ്, ലാ ഇലാഹ ഒരു ഇലാഹുമില്ല, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാഫിയൻ ജമീഅ മാ യുഅബദു മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം നഫി ചെയ്യുന്നു. ഇല്ലല്ലാഹ്, അല്ലാഹു ഒഴികെ, മുസ്ബിതൻ അൽ ഇബാദത ലില്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ്, സ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഇബാദത്ത് ഏകനായ അള്ളാഹുവിന് മാത്രമാണ് എന്ന് സ്ഥിരപ്പെടുത്തിക്കൊണ്ട് അതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുകയാണ്. അതായത് ഇതാ പത്തിനിന്റെ ഒരു ഭാഗമാണ്. ഞാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് വിശദമായി മനസ്സിലാക്കാം. അപ്പോ രണ്ടാമത്തെ ഈ ഭാഗത്തിൽ ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറയുന്ന ആദ്യത്തെ കാര്യം ഇസ്ലാമിന്റെ 5 അർക്കാനുകളെ കുറിച്ച് അറിയുക എന്നുള്ളതാണ്. നാം ആദ്യം പറഞ്ഞതുപോലെ ഒരു മുസ്ലിം നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട, അറിവ് നേടിയിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ കിതാബിൽ പരാമർശിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഇസ്ലാം, അവൻ ഉൾക്കൊണ്ടിട്ടുള്ള ദീനായ ഇസ്ലാം, അതിന്റെ 5 സ്തംഭങ്ങളെ അറിയുക എന്നുള്ളത്. ഏതൊരു കെട്ടിടവും നമുക്കറിയാം നിലനിൽക്കുന്നത് അതിന്റെ തൂണുകളുടെ മേലെയായിരിക്കും. അർക്കാൻ എന്ന് പറഞ്ഞാൽ സ്തംഭങ്ങൾ, തൂണുകൾ എന്നെല്ലാമാണ് അർത്ഥം. അപ്പൊ ഇസ്ലാം എന്നത് നിലനിൽക്കുന്നത് 5 തൂണുകളുടെ മേലെയാണ്. ഈ 5 കാര്യങ്ങളില്ലാതെ ഇസ്ലാം നിലനിൽക്കുകയില്ല. ഈ 5 കാര്യങ്ങളില്ലാതെ ഒരാൾ മുസ്ലിം ആവുകയില്ല. ഇനി എന്താണ് ഇസ്ലാം എന്നതിന്റെ അർത്ഥം? ഇസ്ലാം എന്നതുകൊണ്ടുള്ള അർത്ഥം എന്താണ്? ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, പൂർണ്ണമായി തൗഹീദിൽ അല്ലാഹുവിനെ കീഴൊതുങ്ങുക. അൽ-ഇൻഖിയാദു ലഹു ബിത്ത്വാഅ, അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടും കീഴൊതുങ്ങുക. വൽ ബറാഅതു മിനശ്ശിർകി വഅഹ്ലിഹി, ശിർക്കിന്റെയും അതിന്റെ കൂട്ടരിൽ നിന്നും അകന്നു നിൽക്കുകയും ചെയ്യുക, അവരിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുക. ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. ഈ ഇസ്ലാം പൂർണ്ണമായി അള്ളാഹുവിന് കീഴൊതുങ്ങാൻ ഒരാൾ തയ്യാറായിട്ടില്ല എങ്കിൽ അവൻ കിബറ് കാരണമാണ് ചെയ്യാത്തത്, അഹങ്കാരം കൊണ്ടാണ്. അള്ളാഹുവിനെ അംഗീകരിച്ച് കീഴൊതുങ്ങാൻ അവൻ തയ്യാറായിട്ടില്ല എങ്കിൽ, ഇനി അള്ളാഹുവിന് ഒഴികെ അള്ളാഹുവിനെ കീഴൊതുങ്ങേണ്ടതിന് പകരമായിട്ട് മറ്റാരെങ്കിലുമാണ് അവൻ കീഴൊതുങ്ങുന്നതെങ്കിലോ അവൻ മുശ്രിക്കാണ്.
അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ തൗഹീദിന് കീഴൊതുങ്ങേണ്ടതിന് പകരമായിട്ട് മറ്റേതെങ്കിലും വ്യക്തികൾക്കോ വസ്തുക്കൾക്കോ ശക്തികൾക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്ത് കാര്യമാവട്ടെ അതിനാണ് കീഴൊതുങ്ങുന്നത് എങ്കിൽ അത് തൗഹീദിനെതിരായിട്ടുള്ള ശിർക്കാണ്. അതുകൊണ്ട് തന്നെ അവൻ മുശ്രിക്കായിട്ട് മാറുന്നതാണ്. ഇനി എന്തെല്ലാമാണ് ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങൾ എന്ന് പറയുന്നത്? ഈ 5 സ്തംഭങ്ങളെ പഠിപ്പിക്കുന്ന പ്രശസ്തമായ ഒരു ഹദീസാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അതിൽ മുസ്ലിമിന്റെ ലഫ്ളിൽ നമുക്ക് കാണാം, قال النبي صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഇസ്ലാമ ബുനിയ അലാ ഖംസിൻ, തീർച്ചയായിട്ടും ഇസ്ലാം 5 കാര്യങ്ങളുടെ മേലെയാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. 5 കാര്യങ്ങളുടെ മേലെയാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. എന്നിട്ട് 5 കാര്യങ്ങൾ പറയുകയാണ്. ഒന്നാമത്തേത് ഷഹാദതി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള ഷഹാദത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ മുഹമ്മദ് റസൂലുള്ളാഹ് കൂടി ഉൾക്കൊണ്ടിട്ടുണ്ട്, ഈ 2 കാര്യത്തിലുള്ള ഷഹാദത്ത്. രണ്ടാമത്തേത് വഇഖാമിസ് സ്വലാ, നിസ്കാരം, 5 നേരത്തെ നിസ്കാരം നിർവഹിക്കുക എന്നത്. മൂന്നാമത്തേത് ഈതാഇസ് സകാത്ത്, സകാത്ത് നൽകുക എന്നുള്ളത്. ഒരാൾക്ക് അയാളുടെ വരുമാനത്തിന്റെ നിസാബ് എത്തിക്കഴിഞ്ഞാൽ, അത് ഹൗല് തികഞ്ഞാൽ, അത് എത്രയാണോ സകാത്ത് കൊടുക്കേണ്ട അളവ്, അത് ഒരു വർഷം സമയം തികഞ്ഞു കഴിഞ്ഞാൽ സകാത്ത് നൽകണം. വസിയാമി റമളാൻ, റമളാൻ മാസത്തിൽ നോമ്പ് നോൽക്കുക എന്നുള്ളത്. വഹജ്ജിൽ ബൈത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭവനമായ കഅബയിൽ അവിടെ പോയി ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളത്. ഈ 5 കാര്യങ്ങൾ ഇസ്ലാമിന്റെ അർക്കാനുകളാണ്. ഈ 5 കാര്യങ്ങളാണ് അർക്കാനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പൊ ഈ 5 കാര്യങ്ങളെ കുറിച്ച് ഒരാൾക്ക് അറിവുണ്ടായിരിക്കണം. ഒരു മുസ്ലിമിന് ഈ 5 കാര്യങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിനെ കുറിച്ചെല്ലാം അറിവുണ്ടായിരിക്കണം. എന്നിട്ട് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞു, അതിൽ ഒന്നാമത്തേത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ അതിൽ ഏറ്റവും മഹത്വമേറിയതുമായ ഒന്നാമത്തെ കാര്യം, അതിനെ കുറിച്ചാണ് പറയുന്നത്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്താണ്. അതിനെ നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ 2 ആയിട്ട് പഠിക്കാം. ആദ്യത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് പഠിക്കേണ്ടത് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞു, അതിന്റെ അർത്ഥം വിശദമായി മനസ്സിലാക്കണം. അതുപോലെ അതിന്റെ ശുറൂത്തുകൾ അത് മനസ്സിലാക്കണം. എന്നിട്ട് അർത്ഥം എന്താണെന്ന് സൂചിപ്പിക്കുന്നുമുണ്ട്. അതിനു മുമ്പ് സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഫദ്ല് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെയും അതുപോലെ മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും എല്ലാം സൃഷ്ടിക്കാനുള്ള കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഇത് പൂർത്തീകരിക്കാനും ഇത് സാക്ഷാത്കരിക്കാനും വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് പല പണ്ഡിതന്മാർ ആകാശഭൂമികളെ സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള ലക്ഷ്യം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എന്ന് പറയുന്നത്. കാരണം അത് പൂർത്തീകരിക്കപ്പെടണം, അതിനു വേണ്ടിയിട്ടാണ് സൃഷ്ടിപ്പ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് അറിയുക, പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് ഫദ്ലുകൾ ഖുർആനിലും ഹദീസിലുമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വന്നിട്ടുണ്ട്. അതിൽ ചുരുക്കം ചിലത്. ഒന്ന്, അഫ്ളു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ദിക്റുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്. തിർമിദി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും അഫ്ളലായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അതുപോലെ തന്നെ അതൊന്നുകൂടി വിശദീകരിച്ച് പറയുന്ന ഒരു ഹദീസ് ഇമാം അഹ്മദ്, തിർമിദി എന്നിവർ ഉദ്ധരിച്ചിട്ടുള്ള അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ കാണാം, ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ. ദുആക്കളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദുആ എന്ന് പറഞ്ഞാൽ യൗമ അറഫയിലുള്ള ദുആയാണ്. അതായത് ദുൽഹിജ്ജ 9 ഹാജിമാർ അറഫയിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവിടെ നിന്നുള്ള ദുആ ആണ് ഏറ്റവും അഫ്ളലായിട്ടുള്ള ദുആ. വഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി, ഞാനും എന്റെ മുൻപുള്ള നബിമാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും അഫ്ളലായിട്ടുള്ള ഏറ്റവും ഖൈറായിട്ടുള്ള വാക്ക് എന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്. അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല, അവൻ ഏകനാണ്, അവനൊരു പങ്കുകാരുമില്ല. ലഹുൽ മുൽക്ക്, അവനാണ് എല്ലാ അധികാരവുമുള്ളത്.
വലഹുൽ ഹംദ്, അവനാണ് എല്ലാ സ്തുതിയുമുള്ളത്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. തൗഹീദിന്റെ പൂർണ്ണതയെ അറിയിക്കുന്ന കലിമത്താണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതാണ് നബിമാർ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഉത്തമമായ വാക്ക് എന്താണ്? ഇലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് അറഫ ദിവസം ഏറ്റവും അധികം അറഫയിലെ ദിക്ർ എന്ന് പഠിപ്പിക്കുന്ന ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പൂർണ്ണ രൂപമായിട്ടുള്ള ഈ ദുആ അല്ലെങ്കിൽ ഈ ദിക്ർ, ഇതാണ് അറഫയിൽ ധാരാളമായിട്ട് പറയേണ്ടത്. ഇനി സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത്? നബിമാരെല്ലാം പറഞ്ഞതിൽ അഫ്ളൽ ഇതാണെന്ന് പറയാനുള്ള കാരണം എന്താണ്? നബിമാരെ നിയോഗിച്ചത് തന്നെ ഇത് പറഞ്ഞു കൊടുക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരെ നിയോഗിച്ചത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അംബിയായിലെ 25-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. നാം ഓരോരുത്തരും ഹിഫ്ളാക്കിയിരിക്കേണ്ട ആയത്താണ്. അല്ലാഹു തആല പറയുകയാണ്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. വമാ അർസൽനാ മിൻ ഖബ്ലിക, നബിയെ താങ്കൾക്ക് മുമ്പ് നാം നിയോഗിച്ചിട്ടില്ല, അയച്ചിട്ടില്ല. മിൻ റസൂലിൻ, റസൂലുകളിൽ നിന്ന് ഒരു റസൂലിനെയും നിയോഗിച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, ആ റസൂലിലേക്ക് നാം വഹി നൽകാതെ. എന്താണ് വഹി? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന, നാം അല്ലാതെ ഒരു ഇലാഹുമില്ല, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല. ഫഅബ്ദൂൻ, അള്ളാഹുവിനെ അഥവാ എന്നെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ ഒരു നബിയെയും അയച്ചിട്ടില്ല. അതുപോലെ തന്നെ ബാക്കിയുള്ള ഒരുപാട് നബിമാർ, ആ നബിമാർ ജനങ്ങളോട് പറഞ്ഞ വാക്ക് എന്താണെന്ന് പറയുന്നിടത്ത് കാണാം, നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യും, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കും, അള്ളാഹു അല്ലാതെ ഒരു ഇലാഹ് നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പൊ സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് മറ്റെന്തിനേക്കാളും വലുതാണ്. അതുകൊണ്ടാണ് അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കുന്നവൻ അവൻ സ്വർഗാവകാശിയാണെന്ന് പറയുന്നത്. അത് വെറും നാവ് കൊണ്ടുള്ള പറച്ചിലല്ല, അതിന്റെ അർത്ഥം മനസ്സിലാക്കി അതിന്റെ നിബന്ധനകൾ പൂർത്തീകരിച്ച് അതിന് വീട്ടേണ്ട ഹക്ക് വീട്ടിക്കൊണ്ട് പറയണം. അതുകൊണ്ടാണ് ഇതിനു ശേഷം പ്രത്യേകമായിട്ട് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞത്, അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിരിക്കണം, അതിന്റെ ശുറൂത്തുകൾ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ വേണം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഇന്ന് മുസ്ലിം സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകൾക്കും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്താണെന്ന് അറിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് നബിമാർ ഉദ്ദേശിച്ച പഠിപ്പിച്ചു കൊടുത്ത അർത്ഥം എന്താണെന്ന് അറിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിബന്ധനകൾ എന്താണെന്ന് അറിയില്ല. ദീനിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് പോലും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിബന്ധനകൾ എന്താണെന്ന് അറിയാത്തൊരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഒരു ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യനാളിന്റെ അവസാന കാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹയെ പറ്റി പറയുമ്പോൾ ആളുകൾ പറയും, ഞങ്ങൾ ഇത് കേട്ടിട്ടില്ലല്ലോ. അപ്പൊ പ്രായം ചെന്ന ചില വയസ്സായ സ്ത്രീകളോ പുരുഷന്മാരോ പറയും, ഇത് എവിടെയോ ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്നൊരവസ്ഥയിലേക്ക് മാറുമെന്ന് ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് അറിവ് അത്രത്തോളം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് ഇന്ന് കാലത്ത്. അത് ധാരാളമായി നമുക്ക് കാണാനും സാധിക്കും. ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം പറഞ്ഞുകൊണ്ട് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം രണ്ട് ഭാഗങ്ങളായിട്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ്. എല്ലാ പണ്ഡിതന്മാരും പഠിപ്പിച്ചിട്ടുള്ള, അഹ്ലുസുന്നയിലെ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ലാ ഇലാഹ എന്ന ഭാഗം അറിയിക്കുന്നത് നാഫിയൻ ജമീഅ മാ യുഅബദു മിൻ ദൂനില്ലാഹ്. ലാ ഇലാഹ എന്നുള്ള ഭാഗം അറിയിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നഫി എന്ന് പറഞ്ഞാൽ നിരാകരിക്കുകയാണ്. ജമീഅ എല്ലാത്തിനെയും മാ യുഅബദു എങ്ങനെയുള്ളത്? ഇബാദത്ത് ചെയ്യപ്പെടുന്നത് മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, അത് മനുഷ്യനായാലും മലക്കായാലും ജിന്നായാലും മരമായാലും കല്ലായാലും പശുവായാലും എന്ത് ജീവിയാണെങ്കിലും വേണ്ടില്ല, മരിച്ചുപോയ ഒരു വ്യക്തിയാണെങ്കിലും അത് ഖബറാണെങ്കിലും എന്താണെങ്കിലും വേണ്ടില്ല, അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന, ഇബാദത്തിന്റെ ഏതെങ്കിലും ഇനങ്ങൾ നൽകപ്പെടുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ അതിനെല്ലാം നഫി ചെയ്യണം, അതിനെല്ലാം നിരാകരിക്കണം. അതൊന്നും ഇബാദത്തിന് അർഹനല്ല എന്ന് പറയണം, അംഗീകരിക്കണം. അതാണ് ലാ ഇലാഹ എന്ന ഭാഗം. ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ
മുസ്ബിതൻ സ്ഥിരപ്പെടുത്തണം. അതൊന്നും ഇബാദത്തിന് അർഹമല്ല എന്ന് പറഞ്ഞാൽ മാത്രം ഒരാൾ എന്താവൂല, മുസ്ലിം ആവൂല. മുസ്ബിതൻ സ്ഥിരപ്പെടുത്തണം. അൽ ഇബാദത ലില്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ്, ഇബാദത്ത് ഏകനായ ഒരു പങ്കുകാരനുമില്ലാത്ത അല്ലാഹുവിന് മാത്രമാണ് അർഹതയുള്ളത് എന്ന് അവൻ അംഗീകരിക്കുകയും സ്ഥിരപ്പെടുത്തുകയും വേണം. ഇതിലേതെങ്കിലും ഒന്ന് മാത്രം ഉണ്ടായതുകൊണ്ട് അവൻ എന്താവൂല, മുസ്ലിം ആവൂല. ഒരാൾ പറയാണ് അള്ളാഹിനെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത്, എന്നാ ബാക്കിയുള്ളതിനെ ഒഴിവാക്കൊന്നും വേണ്ട, ഇല്ലല്ലാഹ് സമ്മതിച്ചു, ലാ ഇലാഹ പറഞ്ഞിട്ടില്ലെങ്കിൽ മുസ്ലിം ആവില്ല. ഒരാൾ ലാ ഇലാഹ പറഞ്ഞു, ഒന്നിനെ ആരാധിക്കപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞു, പക്ഷെ അള്ളാഹിനെ മാത്രമേ ആരാധിക്കപ്പെടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല, എന്നാലും മുസ്ലിം ആവില്ല. ഈ രണ്ടും ഉണ്ടാവുമ്പോഴാണ് അവൻ മുസ്ലിം ആവുക, അവൻ ഈ ലാ ഇലാഹ ഇല്ലല്ലയുടെ ആളാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഖുർആനിൽ ധാരാളം ആയത്തുകളിലൂടെ സ്ഥിരപ്പെട്ടിട്ടുള്ള അർത്ഥമാണിത്. സൂറത്തുൽ ഇസ്രായിലെ 23-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്, അല്ലാഹു വിധിച്ചിരിക്കുന്നു അവനെ അല്ലാതെ മറ്റൊന്നിനെയും ഇബാദത്ത് ചെയ്യാൻ പാടില്ല, ഒന്നിനെയും ഇബാദത്ത് ചെയ്യാൻ പാടില്ല അവനെ അല്ലാതെ, അല്ലാഹുവിനെ മാത്രമേ പാടുള്ളൂ. അതുപോലെ സൂറത്തു ബയ്യിനയിലെ 5-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്തല്ലാതെ അള്ളാഹുവിനെ മാത്രം ഇഖ്ലാസോടുകൂടി ഇബാദത്ത് ചെയ്യാനല്ലാതെ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ സൂറത്തു സുമറിലെ 3-ാമത്തെ ആയത്തിൽ അലാ ലില്ലാഹിദ്ദീനുൽ ഖാലിസ്, നിഷ്കളങ്കമായിട്ടുള്ള ദീൻ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാണ് അവകാശപ്പെട്ടിട്ടുള്ളത്. അതുപോലെ സൂറത്തു നിസായിലെ 36-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, ഒന്നിനെയും അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. അതുപോലെ സൂറത്തു സുഖ്റുഫിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ഖൗമിനോട് പറഞ്ഞ വാക്ക് ഈ അർത്ഥത്തെ ഏറ്റവും നന്നായിട്ട് അറിയിക്കുന്ന അർത്ഥമാണ്, ഇന്നനി ബറാഉം മിമ്മാ തഅബുദൂൻ. ഇബ്രാഹിം നബി ആദ്യം പറഞ്ഞ എന്താ, ഞാൻ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന എല്ലാ വസ്തുക്കളിൽ നിന്നും എല്ലാവരിൽ നിന്നും ഞാൻ എന്താണ് ഒഴിവാണ്. ലാ ഇലാഹ പറഞ്ഞു, നഫി ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഇല്ലല്ലദീ ഫഖറനി, എന്നെ സൃഷ്ടിച്ചതൊഴികെ. ഇല്ലല്ലാഹു പറഞ്ഞു. ലാ ഇലാഹ എന്നത് സ്ഥാപിക്കുന്നത് ഞാൻ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന എല്ലാത്തിനും ഞാൻ ഒഴിവാണ്. എന്തൊഴികെ? എന്നെ സൃഷ്ടിച്ചവനൊഴികെ, അല്ലാഹു ഒഴികെ എന്നുള്ളത്. മറ്റു ഒരായത്താണ് സൂറത്തുൻ നഹ്ലിലെ 36-ാമത്തെ ആയത്ത്, വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. ഓരോ ഖൗമിലേക്കും ഞാൻ റസൂലിനെ അയച്ചത് അവർ എന്ത് പറഞ്ഞുകൊണ്ടാണ്? അൻ ഇഅ്ബുദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം, വജ്തനിബുത് താഗൂത്ത്, താഗൂത്തുകളെ ഒഴിവാക്കുകയും വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയിലെ 256-ാമത്തെ ആയത്തിൽ ഈ അർത്ഥത്തെ അറിയിക്കുന്ന ആയത്ത് കാണാം, ഫമൻ യക്ഫുർ ബിത്താഗൂതി വയുമിൻ ബില്ലാഹ്, ആരാണോ താഗൂത്തുകളിൽ അവിശ്വസിക്കുന്നത് അല്ലാഹുവിൽ വിശ്വസിക്കുന്നത്, ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ, അവർ പിടിച്ചിട്ടുള്ളത് ഏറ്റവും ബലവത്തായ കയറിലാണ്. അപ്പൊ ആദ്യം പറഞ്ഞത് എന്താണ്? ഫമൻ യക്ഫുർ ബിത്താഗൂത്ത്, ആരാണോ താഗൂത്തുകൾ, താഗൂത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാതെ ഇബാദത്ത് ചെയ്യപ്പെടുന്നത് എല്ലാം എന്താണ്? താഗൂത്താണ്. അപ്പോ ആരാണോ താഗൂത്തുകളിൽ കുഫ്ർ കാണിക്കുന്നത്, നഫിയൊന്നു, യുഅ്മിൻ ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നത്, ഇസ്ബാത്ത് വന്നു, നിരാകരിച്ചു, സ്ഥിരീകരിച്ചു, അവർ പിടിച്ചിട്ടുള്ളത് ബലവത്തായ കയറിലാണ് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ തൗഹീദ് എന്ന് പറഞ്ഞാൽ കുഫ്റുൻ ബിത്താഗൂത്ത്, താഗൂത്തുകളിലുള്ള കുഫ്റാണ്, വ ഈമാനുൻ ബില്ലാഹ്, അള്ളാഹുവിലുള്ള ഈമാനാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും നാം മനസ്സിലാക്കേണ്ട അർത്ഥം ഈ രണ്ട് കാര്യത്തിൽ നിന്നുകൊണ്ടായിരിക്കണം. ഈ രണ്ട് കാര്യത്തിൽ നിന്നുകൊണ്ടായിരിക്കണം. ഒന്നാമത്തേത് ലാ ഇലാഹ എന്നുള്ളത് അള്ളാഹു അല്ലാതെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന എല്ലാം നമ്മൾ നിരാകരിക്കണം. ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യപ്പെടുകയുള്ളൂ, ഇബാദത്ത് ചെയ്യുകയുള്ളൂ എന്ന് അംഗീകരിക്കുകയും വേണം. അതുകൊണ്ടാണ് ഈ അർത്ഥത്തിനെതിരായിട്ടാണ് മക്കയിലെ മുശ്രിക്കീങ്ങൾ അല്ലെങ്കിൽ എല്ലാ കാലത്തും മുശ്രിക്കീങ്ങൾ നിലകൊണ്ടിട്ടുള്ളത്. ഈ അർത്ഥത്തിനെതിരാണ്. ഈ അർത്ഥം എന്താണോ പറഞ്ഞത് അതിനെതിരായിട്ടാണ് അവര് നിന്നിട്ടുള്ളത്. അവരത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് അവർ ചോദിച്ചത്, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ അവര് പറയാണ് അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, ഞങ്ങളുടെ ഇലാഹുകളെ എല്ലാം ഒറ്റ ഇലാഹാക്കി മാറ്റുകയാണോ? ഇന്ന ഹാദ ശൈഉൻ ഉജാബ്, ഇത് അത്ഭുതമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ഇപ്പൊ 2 ദിവസം മുമ്പ് ഒരു ഖുറാഫി ആയിട്ടുള്ള ഒരു മൊയ്ലാര്, ആ മൊയ്ലാര് ശിർക്കും തൗഹീദും കൂടി സംസാരിക്കുമ്പോ ആ വ്യക്തി പറയുകയാണ്, അള്ളാഹുവിനെ പോലെ സൃഷ്ടിക്കുന്നവനും അള്ളാഹുവിനെ പോലെ നിയന്ത്രിക്കുന്നവനും വേറൊരാള് എന്തെന്ന് വിശ്വസിച്ചാൽ മാത്രമേ ശിർക്കാവുള്ളൂ, എന്നാലേ ശിർക്കാവുള്ളൂ. ഇതാണ് ഏറ്റവും അപകടം. അതായത് ഇന്ന് നാട്ടിൽ ഖബറാരാധന നടത്തുന്ന അല്ലെങ്കിൽ ഔലിയാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അവർക്ക് ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ, അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം അറിയില്ല. നബിമാർ പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം അറിയില്ല. അവർ പഠിപ്പിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം എന്താണെന്ന് വെച്ചാൽ ലാ ഖാദിറ അലൽ ഇഖ്തിറാഇ ഇല്ലല്ലാഹ്, ലാ ഖാദിറ അലൽ ഇഖ്തിറാഇ ഇല്ലല്ലാഹ്, അഥവാ സൃഷ്ടിക്കാനും നിയന്ത്രിക്കാനും കഴിവുള്ളവനായിട്ട് ഒരാളുമില്ല അള്ളാഹു അല്ലാതെ. ആലോചിച്ച് നോക്കി, ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ എന്താ വരുന്നത്? അള്ളാഹിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോ അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നവൻ, അള്ളാഹുവാണ് സൃഷ്ടാവു എന്ന അർത്ഥം മനസ്സിലാക്കുന്ന ഒരാളുടെ അടുക്ക് പോയിട്ട് ഖബറിൽ പോയി പ്രാർത്ഥിച്ച് ശിർക്കാവൂ എന്ന് പറഞ്ഞാൽ അവരെന്താ വിചാരിക്കുക? അതെങ്ങനെയാവുക? ഞാൻ ഖബറിൽ കിടക്കുന്ന ആളാണ് എന്നെ സൃഷ്ടിച്ചതിനെ വിശ്വസിക്കുന്നില്ലല്ലോ, ഖബറിൽ കിടക്കുന്ന ആളാണ് മഴ പെയ്യിക്കുന്നത് അല്ലെങ്കിൽ എന്നെ നിയന്ത്രിക്കുന്നതിനെ വിശ്വസിക്കുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ ശിർക്കാവും? അവര് ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാത്തോണ്ടാണ് അവർക്ക് ശിർക്കില്ലാത്തത്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം അവർ പഠിപ്പിച്ചതും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതും അവർ മനസ്സിലാക്കുന്നതും തെറ്റായ അർത്ഥമായതുകൊണ്ടാണ് ശിർക്ക് എന്താണ്, ഇന്നത് ശിർക്കാണെന്ന് പറയുമ്പോൾ അത് ശിർക്കല്ല എന്ന് പറയാനുള്ള കാരണം. പച്ചക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയെ വിളിച്ച് പ്രാർത്ഥിച്ച് ഖബറിൽ പോയി സുജൂദ് ചെയ്ത് ഖബറിലുള്ള ആളോട് സഹായം തേടി അല്ലെങ്കിൽ ആരോടെങ്കിലും പ്രാർത്ഥിക്കുന്നത് കാണിച്ചാലും അവർ പറയുന്നത് ശിർക്കല്ല. കാരണം അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ശിർക്കാവണമെങ്കിൽ എന്ത് വേണം? അവർ ആരോടാണോ പ്രാർത്ഥിക്കുന്നത് അയാളാണ് ഈ ലോകം നിയന്ത്രിക്കുന്നതും ലോകം സൃഷ്ടിച്ചതും അതിനെ പരിപാലിക്കുന്നതുമെന്ന് വിശ്വസിക്കണം. അവരങ്ങനെ വിശ്വസിക്കൂല. അതുകൊണ്ടാണ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറഞ്ഞത്, അന്ന് മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് മനസ്സിലായ അർത്ഥം പോലും ഇന്നത്തെ ഖൗമിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം മനസ്സിലാവുന്നില്ല. അവർക്ക് എന്ത് മനസ്സിലായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്നതും ഇബാദത്ത് ചെയ്യുന്നതും ഇവരെ പാടില്ല, അള്ളാഹനെ മാത്രമേ പാടുള്ളൂ എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് പറയുന്ന അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ ഈ വാക്ക് പറഞ്ഞത്, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, ഞങ്ങൾ ഇലാഹുകൾക്ക് ഒറ്റ ഇലാഹാക്കുകയാണോ? ഈ കൂട്ടർക്ക് അത് മനസ്സിലാവണില്ല. അതാണ് ഇവരുടെ ശിർക്കിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. അർത്ഥം അറിയില്ല, അവരത് മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം പഠിക്കണം എന്ന് പറയാനുള്ള കാരണം. ഇനിയും ഒരുപാട് ആയത്തുകൾ ഈ അർത്ഥത്തെ അറിയിക്കുന്ന തെളിയിക്കുന്നത് ഖുർആനിൽ ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ അർത്ഥം ഗൗരവത്തിൽ മനസ്സിലാക്കണം. ഇതിൽ ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ തന്നെ ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ നാഫിയൻ ജമീഅ മാ യുഅബദു മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാതെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന എല്ലാം നാം നിരാകരിക്കണം. ഇല്ലല്ലാഹ് മുസ്ബിതൻ അൽ ഇബാദത്തു ലില്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ്, അല്ലാഹുവിന് മാത്രമേ ആ ഇബാദത്ത് നൽകാൻ പാടുകയുള്ളൂ. ഇനി അടുത്ത ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറയുകയാണ്, വഅമ്മാ ശുറൂതു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശുറൂത്തുകൾ എന്ന് പറഞ്ഞാൽ ഫഹിയ, അത് അൽ ഇൽമു അൽ മുനാഫി ലിൽ ജഹൽ, ജഹലിനെ വിവരക്കേടിനെ ഇല്ലാതാക്കുന്ന അറിവാണ്. വൽ യഖീനു അൽ മുനാഫി ലിശ്ശക്, സംശയത്തെ ഇല്ലാതാക്കുന്ന ദൃഢതയാണ്. വൽ ഇഖ്ലാസു അൽ മുനാഫി ലിശ്ശിർക്ക്, ശിർക്കിനെ ഇല്ലാതാക്കുന്ന ഇഖ്ലാസാണ്. വസ്സിദ്ഖു അൽ മുനാഫി ലിൽ കദിബ്, കളവിനെ ഇല്ലാതാക്കുന്ന സത്യസന്ധതയാണ്. വൽ മഹബ്ബതു അൽ മുനാഫിയതു ലിൽ ബുഗ്ദ്, ദേഷ്യത്തെയും വെറുപ്പിനെയും ഇല്ലാതാക്കുന്ന ഇഷ്ടമാണ്. വലിൻഖിയാദു അൽ മുനാഫി ലിത്തർക്, അനുസരണക്കേടിനെ അതിനെ ഇല്ലാതാക്കുന്ന കീഴൊതുങ്ങലാണ്. വൽ ഖബൂലു അൽ മുനാഫി ലിർറദ്, എതിർക്കുന്നതിനെ ഇല്ലാതാക്കുന്ന അംഗീകരിക്കലാണ്. വൽ കുഫ്റു മാ യുഅബദു മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാതെ ഇബാദത്ത് ചെയ്യപ്പെടുന്നതിനെല്ലാം നിഷേധിക്കലുമാണ്. വഖദ് ജുമിഅത് ഫിൽ ബൈതൈനിൽ ആതിയൈൻ, ഈ കാര്യങ്ങളെല്ലാം 2 ബൈത്തുകളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇൽമുൻ യഖീനുൻ വ ഇഖ്ലാസുൻ വ സിദ്ഖുക മഅ മഹബ്ബത്തിൻ വ ഇൻഖിയാദിൻ വൽ ഖബൂലു ലഹാ വസീദ തഅമിനുഹാ അൽ കുഫ്റാനു മിൻക ബിമാ സിവൽ ഇലാഹ് മിനൽ അഷ്യാഇ ഖദ് ഉല്ലിഹാ. ഇത് ഹാഫിദ് അൽ ഹക്കമി
റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സുല്ലമുൽ ഉസൂൽ എന്നുള്ള അഖീദ പഠിപ്പിക്കുന്ന ഒരു കവിതയുണ്ട്. വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള അഹ്ലുസുന്നയുടെ മൻഹജും അഖീദയും പഠിപ്പിക്കുന്ന ഒരു കവിതയാണ്. അതിലുള്ള ബൈത്താണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്. അപ്പൊ നമുക്ക് ഇതിന്റെ പറഞ്ഞിട്ടുള്ള വിഷയത്തിലേക്ക് കിടക്കാം. വഅമ്മാ ശുറൂതു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലയുടെ ശുറൂത്തുകൾ അത് ഏതൊക്കെയാണ്? എന്താണ് ശുറൂത്ത്? അതാദ്യം പറയാം. എന്താണ് ശുറൂത്ത്? ശുറൂത്ത് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നാം അതിന് പറയുന്നത് നിബന്ധന എന്നെല്ലാമാണ്. നിബന്ധന എന്നെല്ലാം പറയും. അങ്ങനെ പറഞ്ഞാൽ ഇസ്ലാമിൽ ഒരു അമല്, ഒരു കർമ്മം അത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ചില നിബന്ധനകൾ ഉണ്ടാവും. ഇപ്പൊ നിസ്കാരം സ്വീകരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നോമ്പ് സ്വീകരിക്കണമെങ്കിൽ, സക്കാത്ത് സ്വീകരിക്കണമെങ്കിൽ, ഏതൊരു കർമ്മവും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അതിന് ചില നിബന്ധനകൾ ഉണ്ടാവും. നിബന്ധന എന്ന് ഫിഖഹിയായ മസ്അലയിൽ പറയുകയാണെങ്കിൽ ഒരു കർമ്മത്തിന് മുമ്പ് സംഭവിക്കുന്നതും എന്നാൽ അതുണ്ടായി ഷർത്ത് ഉണ്ടായി എന്നുള്ളത് കൊണ്ട് കർമ്മം ഉണ്ടാകണം എന്നുള്ള നിർബന്ധമല്ല. എന്നാൽ കർമ്മം സ്വീകരിക്കണമെങ്കിൽ ഷർത്ത് ഉണ്ടാവുകയും വേണം. മനസ്സിലാക്കാൻ ഒരു നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ ഒരു ഷർത്താണ് എന്ത്? വുളു ഉണ്ടായിരിക്കണം എന്നുള്ളത്. അപ്പൊ നിസ്കാരത്തിന്റെ പുറത്തല്ലേ വുളു? നിസ്കാരത്തിന്റെ അകത്താണോ? അല്ല. നിസ്കാരം എന്നുള്ള കർമ്മത്തിന്റെ അകത്ത് വരുന്ന ഒരു കാര്യമാണ് വുളു? അല്ല. നിസ്കാരം നടക്കുന്നതിന് മുമ്പുള്ളതാണ്. അപ്പൊ ഷർത്തുകളെല്ലാം കർമ്മത്തിന്റെ മുൻപായിരിക്കും, കർമ്മത്തിന്റെ അകത്തായിരിക്കില്ല. അകത്താണെങ്കിൽ അതിന് റുക്ന്, വാജിബാത്ത് അങ്ങനെയാണ് പറയുക. ഇനി ഈ വുളു നടന്നു എന്നതുകൊണ്ട്, ഒരാൾ വുളു എടുത്തു എന്നതുകൊണ്ട് ഈ അമല് നിർബന്ധമാകുമോ? അമല് നടക്കുന്നത് ഇല്ല. ഒരാൾ വുളു എടുത്തുകൊണ്ട് നിസ്കരിച്ചോളണം എന്നുള്ള നിർബന്ധം ഉണ്ടോ? ഇല്ല. എന്നാൽ ഈ കർമ്മം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ, ശരിയാണെങ്കിൽ എന്ത് നിർബന്ധമാണ്? വുളു നിർബന്ധമാണ്. അതാണ് ഷർത്തിന് ഫിഖഹിയായിട്ട് നമ്മൾ പറയുന്ന താരീഫ്. അതായത് കർമ്മത്തിന് മുൻപുണ്ടാകുന്നതും അതുണ്ടായാൽ കർമ്മം ഉണ്ടാകണം നിർബന്ധമല്ല. പക്ഷെ കർമ്മം സ്വീകരിക്കണമെങ്കിൽ, നേരെയാണെങ്കിൽ എന്ത് വേണം? ഷർത്ത് നിർബന്ധമാണ്. അപ്പൊ ഒരാൾ നിസ്കരിച്ചു വിചാരിക്കാം. അയാള് നല്ല രീതിയിൽ ഖുർആൻ പാരായണം ചെയ്തു, നല്ല റുക്കൂഅ്, നല്ല സുജൂദ് എല്ലാം ചെയ്തു. പക്ഷെ അയാൾ വുളു എടുത്തില്ല എങ്കിൽ അയാളുടെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കോ? ഇല്ല. എത്ര നിസ്കരിച്ചാലും സ്വീകരിക്കില്ല. രാത്രി മുഴുവൻ നിസ്കരിച്ചു, അയാൾ കരഞ്ഞു ദുആ ചെയ്തു, അയാൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, സ്വീകരിക്കോ? ഇല്ല. കാരണം ആ കർമ്മം സ്വീകരിക്കാൻ എന്ത് നിബന്ധനയാണ്? ഷർത്ത് ഉണ്ടായിരിക്കണം, വുളു ഉണ്ടായിരിക്കണം, നിബന്ധനയാണ്. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അവനൊരു ദിവസം 1000 തവണ പറയുന്നുണ്ട് വിചാരിക്കുക. ഒരു ദിവസം 1000 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് വിചാരിക്കാം. അതിന്റെ നിബന്ധനകൾ അതിന് പാലിച്ചിട്ടില്ല എങ്കിൽ, അതിന്റെ നിബന്ധനകൾ പാലിക്കാതെയാണ് അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് എങ്കിൽ അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല. എത്ര പറഞ്ഞാലും സ്വീകരിക്കപ്പെടുകയില്ല. കാരണം ആ നിബന്ധനകൾ പൂർത്തിയായിരിക്കണം. ഈ നിബന്ധനകൾ എന്ന് പറയുമ്പോൾ ഒരിക്കലും നിബന്ധനകൾ കാണാതെ അറിഞ്ഞിരിക്കണം എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിബന്ധന കാണാതെ അറിഞ്ഞിരിക്കണം എന്നല്ല, ആ നിബന്ധനകൾ അവൻ പറയുമ്പോൾ അതിനുണ്ടായിരിക്കണം. ഒരിക്കൽ സലഫുകൾപ്പെട്ട വഹ്ബ് ബിൻ മുനബ്ബിഹ് റഹിമഹുള്ളയുടെ അടുക്കൽ ആളുകൾ വന്ന് ചോദിച്ചു, അലൈസ ലാ ഇലാഹ ഇല്ലല്ലാഹു മിഫ്താഹുൽ ജന്ന, സ്വർഗത്തിന്റെ കവാടമല്ലേ, സ്വർഗത്തിന്റെ താക്കോലല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചോദിച്ചു. ഖാല, അബു പറഞ്ഞു, ബല, അതെ, വലാകിൻ ലൈസ മിഫ്താഹുൻ ഇല്ലാ ലഹു അസ്നാൻ, എന്നാൽ ഒരു ചാവിയുമില്ല അതിന് പല്ലുകളില്ലാതെ. അഥവാ എല്ലാ ചാവിക്കും എന്തുണ്ടാവും? ഒരു ഡിസൈൻ ഉണ്ടാവും. ആ ഡിസൈൻ ഇല്ലാതെ ഒരു ചാവിയുമില്ല. ഫഇൻ ജിഅത ബിമിഫ്താഹിൻ ലഹു അസ്നാൻ ഫുതിഹ ലക, നീ ചാവി കൊണ്ടുവരുമ്പോ അതിന് യോജിച്ച പല്ലുകൾ ഉള്ള ചാവിയാണെങ്കിൽ അത് തുറക്കപ്പെടും. വഇല്ല ലം യുഫ്തഹ് ലക, അല്ല എങ്കിൽ എന്തുണ്ടാവില്ല? കതക് തുറക്കപ്പെടില്ല. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിലും ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കുള്ള നിബന്ധനകൾ അവൻ പാലിച്ചിട്ടില്ല എങ്കിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് സ്വർഗത്തിന്റെ കവാടങ്ങൾ അവന് തുറക്കപ്പെടുകയില്ല. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശുറൂത്തുകൾ അത്രയധികം പ്രാധാന്യമുള്ള കാര്യമാണ്. കാരണം ഈ ശുറൂത്തുകൾ പാലിക്കാതെ ഒരുപാട് ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ മുനാഫിഖൂനിലെ ആയത്ത് നോക്കൂ, ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലൂ നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്. മുനാഫിഖീങ്ങൾ വന്ന് പറയുന്ന കാര്യം എന്താണ്? റസൂൽ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാണ്. അവര് ഷഹാദത്ത് ചെയ്യാനെന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ല കാര്യമുണ്ടായില്ല? ഇല്ല.
അവര് ലായിലായതുകൊണ്ട് അവർക്ക് സ്വർഗപ്രവേശനം കിട്ടുമോ? ഇല്ല. അവര് നരകത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന അവസ്ഥയിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഖുർആനിൽ തന്നെ ഇന്നൽ മുനാഫിഖീന ഫി ദർകിൽ അസ്ഫൽ മിനൻ നാർ, നരകത്തിലെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ആളുകളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ അതിന്റെ നിബന്ധനകൾ പാലിച്ചിരിക്കണം. ഇനി എന്തൊക്കെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിബന്ധനകൾ? വേറൊരു റിവായത്ത്, വേറൊരു അസ്ലം നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ ഹസൻ ബസ്രി റഹിമഹുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് ആളുകൾ പറഞ്ഞു, ഇന്ന നാസൻ യഖൂലൂൻ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ജനങ്ങൾ ഇതാ പറയുന്നു, ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. വഖാല, അപ്പോൾ ഹസൻ ബസ്രി റഹിമഹുള്ളാഹ് പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് ഫഅദ്ദാ ഹഖ്ഖഹാ, എന്നിട്ട് അതിന്റെ ഹക്ക് വീട്ടി കൊടുക്കുന്നത്, വഫർളഹ, അതിന്റെ ഫർളായിട്ടുള്ള കാര്യങ്ങൾ വീട്ടി കൊടുക്കുന്നത്, ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് നിബന്ധനകളാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇനി സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് നിബന്ധനകൾ പ്രധാനമായിട്ടും 7 എണ്ണമാണ്. 7 നിബന്ധനകളാണ്. എട്ടാമതായി ഒന്നുകൂടി ചില പണ്ഡിതന്മാർ പറയാറുണ്ട്. പക്ഷെ അത് ഈ 7 എണ്ണത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന കാര്യമായതുകൊണ്ട് ഈ 7 എന്നുള്ളതാണ് പ്രബലമായിട്ട് പറയാറുള്ളത്. എട്ടാമതായിട്ട് പറയാറുള്ളത് അൽ കുഫ്റു ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നതിൽ കുഫ്ർ ഉണ്ടാവുക എന്നുള്ളതാണ്. അത് ഈ 7 എണ്ണത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ പ്രധാനമായിട്ടും 7 നിബന്ധനകളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് നാം മനസ്സിലാക്കേണ്ടത്. എട്ടാമതായി ഒരെണ്ണം കൂടുതലായി പറയുന്നുണ്ടെങ്കിൽ കൂടി 7 എണ്ണമാണ് നിബന്ധനകളായി നാം മനസ്സിലാക്കേണ്ടത്. ഒന്നാമത് നിബന്ധന എന്ന് പറഞ്ഞാൽ അൽ ഇൽമു അൽ മുനാഫി ലിൽ ജഹൽ. അൽ ഇൽമു അൽ മുനാഫി ലിൽ ജഹൽ. ഇൽമാണ്, അറിവാണ്, ജഹലിനെ ഇല്ലാതാക്കുന്ന, അറിവുകേടിനെ അല്ലെങ്കിൽ വിവരക്കേടിനെ ഇല്ലാതാക്കുന്ന ഇൽമാണ് ആദ്യം ഉണ്ടായിരിക്കുന്ന കാര്യം. ഒന്നാമത്തെ കാര്യം ഇൽമാണ്. എന്താണ് ഇൽമ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഇൽമ് എന്ന് പറഞ്ഞാൽ? ഇദ്റാഖു ശൈഇ അലാ മാ ഹുവ അലൈഹി എന്നാണ് ഇൽമിൽ ഉസൂലുകളിൽ പറയുന്ന ഒരു കാര്യം. എന്താണ് ഇൽമ് എന്ന് പറയുന്നത്? അതായത് ഒരു കാര്യത്തെ നമ്മൾ ഗ്രഹിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത് 6 തരത്തിലുണ്ടാവുന്നതാണ്. 6 തരത്തിൽ. ഒന്ന് ജഹ്ല് ബസീത്ത്, ഒരു കാര്യത്തെ കുറിച്ച് നമുക്കുണ്ടാകുന്ന ഗ്രാഹ്യത ഒന്നുകിൽ ജഹ്ല് ബസീത്തായിരിക്കും. ജഹ്ല് ബസീത്ത് പറഞ്ഞാൽ ഒരു അറിവുണ്ടാവില്ല. ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് ചോദിക്കണം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഉലമാക്കൾ പറയുന്ന ഉദാഹരണം ബദർ യുദ്ധത്തിനെ പറ്റിയിട്ട് ഒരാളോട് ബദർ യുദ്ധത്തിനെ പറ്റി ചോദിക്കുമ്പോൾ അയാൾക്ക് അങ്ങനെ ഒരു കാര്യമേ അറിയില്ല. എന്താണ്? ജഹ്ല് ബസീത്താണ്. രണ്ടാമത്തേത് ജഹ്ല് മുറക്കബാണ്. ജഹ്ല് മുറക്കബാണ്. എന്താണോ ശരിയായ ഇൽമ് അതിന് നേരെ എതിരായിട്ട് മനസ്സിലാക്കുന്നത്. നേരെ എതിരായിട്ട് മനസ്സിലാക്കും. ഒരാൾക്ക് ബദറിന് എപ്പോഴാണ് നടന്നത്? ഹിജറക്ക് മുമ്പ് 2 വർഷം മുമ്പാണെന്ന് തോന്നുന്നു. ഹിജറ 2 വർഷം മുമ്പാണെന്ന് തോന്നുന്നു. അതായത് എന്താണോ ശരിക്കാണെന്ന് അതിന്റെ എതിരായിട്ട് മനസ്സിലാക്കുക. മൂന്നാമത്തേത് വഹ്മ്. വഹ്മ് എന്ന് പറഞ്ഞാൽ തെറ്റിനോട് അടുത്തിട്ടുള്ള അറിവ്. ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടാവും, പക്ഷെ അത് ഏറ്റവും കൂടുതൽ അടുത്തിട്ട് എന്തിനായിരിക്കും? തെറ്റിനോടായിരിക്കും. നാലാമത്തേത് വന്ന്. വന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയോട് അടുത്തിട്ടുള്ള അറിവ്. ഒരു ഊഹായിരിക്കും, പക്ഷെ അത് ശരിയോടായിരിക്കും കൂടുതൽ അടുത്തുണ്ടാവുക. അഞ്ചാമത്തേത് ഷെക്ക്. ശരിന്റെയും തെറ്റിന്റെയും നടുവിലായി നിൽക്കുന്ന ഒരു അവസ്ഥ, അതാണ് ഷെക്ക് എന്ന് പറയുന്നത്. ആറാമത്തേത് ഇൽമ്. ഒരു കാര്യം എന്താണോ ശരിക്കെന്താണോ അത് അതേപോലെ അറിയുന്നതിനാണ് എന്ത് പറയുന്നത്? ഇൽമ് എന്ന് ഉസൂലിൽ പറയുന്നത്. ഫിഖ്ഹിന്റെ ഉസൂലുകളിൽ പറയുന്ന തഅരീഫ് ഇൽമ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം എന്താണോ അത് അങ്ങനെ അറിയുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഇൽമു മുനാഫി ലിൽ ജഹൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ഒരാൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ഒരാൾ അതിനെ കുറിച്ച് അറിവുള്ളവനായിരിക്കണം. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മഅനയുടെ പ്രാധാന്യം വരുന്നത്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇൽമു ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ഇൽമു ഉണ്ടാവണമെന്ന് അറിയിക്കുന്നതിനുള്ള ദലീലുകളായിട്ട് നമുക്ക് ആയത്തുകളും ഹദീസുകളും കാണാൻ സാധിക്കും. അതിലൊരു ആയത്താണ് സൂറത്ത് മുഹമ്മദിലെ 19ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഫഅലം, നീ അറിയുക, നീ അറിവ് നേടുക, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക്, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അറിവ് നേടണം അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്നുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് നിനക്ക് അറിവുണ്ടായിരിക്കണം. വസ്തഗ്ഫിർ ലിദംബിക്, നീ നിന്റെ പാപങ്ങൾക്ക് ഇസ്തിഗ്ഫാർ നേടണം. അപ്പൊ എന്തു പറഞ്ഞു? ആദ്യം
ഇൽമു പറഞ്ഞു. അത് അടിസ്ഥാനമാണ്, പ്രത്യേകം പറഞ്ഞു കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുഖ്റുഫിൽ പറഞ്ഞത് കാണാം, ഇല്ലാ മൻ ശഹിദ ബിൽ ഹഖ് വഹും യഅലമൂൻ. ഹഖിന് സാക്ഷ്യം വഹിച്ചവരൊഴികെ, ഹഖ് എന്ന് ഉദ്ദേശിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ വെറുതെ സാക്ഷ്യം വഹിച്ചാൽ പോരാ, വഹും യഅലമൂൻ, അറിവോടുകൂടി സാക്ഷ്യം വഹിക്കണം, അറിവുണ്ടായിരിക്കണം. അതുപോലെ ഹദീസിൽ സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാൻ സാധിക്കും, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്, മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖലൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത, ആരാണോ മരണപ്പെടുന്നത്, വഹുവ യഅലമു, അവൻ അറിവോടുകൂടി, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖലൽ ജന്ന, അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിവോടുകൂടി ആരാണോ മരണപ്പെടുന്നത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പൊ സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ഒരു വ്യക്തിക്ക് ആദ്യം ഉണ്ടായിരിക്കേണ്ട കാര്യം അവൻ അതിൽ ഇൽമുണ്ടായിരിക്കണം. ഇനി എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇൽമുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരാൾക്ക് ലാ ഇലാഹ ഇൽമുണ്ടാവാൻ എന്താണ് പറഞ്ഞിരിക്കേണ്ടത്? 2 കാര്യങ്ങളാണ് അറിയേണ്ടത്. 2 കാര്യങ്ങൾ. ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹുടെ മഅന. 2, ലാ ഇലാഹ ഇല്ലല്ലാഹുടെ അർക്കാനുകൾ. 1, ലാ ഇലാഹ ഇല്ലല്ലാഹുടെ മഅന. 2, ലാ ഇലാഹ ഇല്ലല്ലാഹുടെ അർക്കാനുകൾ, സ്തംഭങ്ങൾ. ഈ 2 കഴിഞ്ഞതിന് മുമ്പ് മഅന പറയുന്നിടത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹുടെ മഅന എന്ന് പറഞ്ഞാൽ അതിനെ നിലനിർത്തുന്നതാണ് അർക്കാനുകൾ. ലാ ഇലാഹ ഇല്ലല്ലാഹുടെ മഅന എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹുടെ മഅന നമ്മൾ ഈ പറഞ്ഞ അർക്കാനുകൾക്ക് ദലീലായിട്ട് നമ്മൾ പറഞ്ഞ ആയത്തുകളിൽ നിന്നെല്ലാം പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞിട്ടുള്ള അർത്ഥം, നബിമാർ സമൂഹത്തിനോട് പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. കുട്ടികൾ പ്രത്യേകിച്ച് പഠിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, അല്ലെങ്കിൽ ലാ മഅബൂദ ഹഖ്ഖുൻ ഇല്ലല്ലാഹ്, അങ്ങനെ എല്ലാം പറയാം. ലാ മഅബൂദ, മഅബൂദ് എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യപ്പെടേണ്ടവൻ, ഇബാദത്ത് ചെയ്യപ്പെടേണ്ടവനായിട്ട് ആരുമില്ല. ലാ മഅബൂദ ബിഹഖ്ഖിൻ, അല്ലെങ്കിൽ ഹഖ്ഖുൻ, യഥാർത്ഥത്തിൽ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ യഥാർത്ഥ രൂപത്തിൽ ഇബാദത്ത് ചെയ്യപ്പെടേണ്ടവനായിട്ട് ഒരാളും തന്നെ ഇല്ല എന്നർത്ഥം മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഖുറാഫാത്തിന്റെയും ശിർക്കിന്റെയും ആളുകൾ, അല്ലെങ്കിൽ മറ്റു ചില പല പിഴച്ച ആളുകളും ലാ റബ്ബ ഇല്ലല്ലാഹ് എന്നർത്ഥം പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ ഒരു മനുഷ്യൻ എന്താ വരിക? സൃഷ്ടിക്കാൻ നിയന്ത്രിക്കാൻ കഴിവുള്ളവനായിട്ട് അല്ലാഹ് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് വേറൊരാൾ വിചാരിച്ചാൽ എന്താവുള്ളൂ? ശിർക്കാവുള്ളൂ. ഉദാഹരണത്തിന് ശിർക്ക് ചെയ്ത നരകത്തിലാവും, ശിർക്ക് ചെയ്ത അള്ളാഹ് പുറത്തേക്കില്ല എന്ന് പറയുമ്പോൾ അവര് മനസ്സിലാക്കണം എന്താണ്? സൃഷ്ടിക്കാനും നിയന്ത്രിക്കാനും അള്ളാഹു അല്ലാതെ വേറൊരാളിൽ നിന്ന് വിശ്വസിച്ചാൽ എന്താവുള്ളൂ? ശിർക്കാവുള്ളൂ. അപ്പൊ ഇനി അവർക്ക് എന്ത് ചെയ്യാം? അല്ലാത്ത ആരോടും വിളിച്ച് പ്രാർത്ഥിക്കാം, അല്ലാത്ത ആരോടും സഹായം തേടാം. ഓരോ ലാ ഇലാഹ ഇല്ലല്ലാഹ് വെച്ച് നോക്കുമ്പോൾ അതെന്തല്ല? ശിർക്കല്ല. പക്ഷെ നബിമാർ പഠിപ്പിച്ച തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, ഇബാദത്ത് ചെയ്യപ്പെടേണ്ടത് അല്ലാഹുവിന് മാത്രമാണ് എന്നുള്ളതാണ്. ഈ അർക്കാനുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ 2 ഒന്ന് ലാ ഇലാഹ എന്ന നഫിയ്, 2 ഇല്ലല്ലാഹ് എന്ന ഇസ്ബാത്ത്. ഈ 2 ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർക്കാനുകൾ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ഒരു വ്യക്തി കേവലം നാവ് കൊണ്ട് പറഞ്ഞാൽ പോരാ, ഞാൻ എന്താണ് ഈ പറയുന്നത്, ഞാൻ ഈ പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിന്റെ അർത്ഥം എന്താണ് എന്ന് ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. അപ്പൊ നാം ഓരോരുത്തരും പഠിക്കുക, നാം ഓരോരുത്തരും മനസ്സിലാക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ് എന്നാണ്. അതിന്റെ അർക്കാനുകൾ നഫിയും ഇസ്ബാത്തുമാണ് എന്ന് നമ്മൾ പഠിക്കുകയും നമ്മുടെ ചുറ്റുമുള്ളവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുകയും വേണം. 2ാമത്തെ നിബന്ധന അൽ-യഖീനു അൽ-മുനാഫി ലിശ്ശക്കി വർ-റൈബ്. 2ാമത്തേത് അൽ-യഖീനാണ്. 1ാമത്തേത് ഇൽമാണ്, 2ാമത്തേത് യഖീനാണ്. യഖീൻ എന്ന് പറഞ്ഞാൽ ദൃഢത. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അതിൽ ദൃഢമായ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം. അൽ-മുനാഫി ലിശ്ശക്കി വർ-റൈബ്, ഒരു സംശയമോ ഒരു ശക്കോ ഇല്ലാത്ത രീതിയിൽ ദൃഢമായ വിശ്വാസമായിരിക്കണം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ പറ്റി പറയാണ്. സൂറത്തുൽ ഹുജറാത്തിലെ 15ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി തുമ്മ ലം യർതാബു. ഇന്നമൽ മുഅ്മിനൂൻ,
തീർച്ചയായിട്ടും മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, അവർ അല്ലാഹുവിലും അവന്റെ റസൂലിനും വിശ്വസിക്കുന്നവരാണ്. പിന്നെ അവർക്ക് ഒരു സംശയം ഉണ്ടാവില്ല, ഒരു സംശയത്തിന്റെ അവസ്ഥയും ഉണ്ടാവില്ല, ദൃഢമായി അവർക്ക് ബോധ്യമുള്ളതായിരിക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഒരു യാത്ര കഴിഞ്ഞ് യുദ്ധമോ മറ്റോ കഴിഞ്ഞ് വരികയാണ്. ആ വരുന്ന സന്ദർഭത്തിൽ അവരിലുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ തീർന്നുപോയി, ഒന്നുമില്ല. ആ സമയത്ത് അവരിലെ ആളുകൾ വിചാരിച്ചു നമ്മുടെ യാത്രാ മൃഗങ്ങളായ ഒട്ടകങ്ങളെയൊക്കെ പിടിച്ചിട്ട് അർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഭക്ഷിക്കാം, വേറെ ഭക്ഷണത്തിലൊന്നുമില്ല. അപ്പൊ ഇത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിഞ്ഞു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആകെ ഭയപ്പെട്ടു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു, റസൂലേ, ഇവര് യാത്രാ മൃഗങ്ങളെ അറുത്താൽ പിന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, പിന്നെ അവർക്ക് യാത്ര ചെയ്യാൻ കൂടി പറ്റൂല. അപ്പൊ നിങ്ങൾ ബാക്കിയുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയുള്ളത് വെച്ചാൽ അതെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് അതിന് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തു. ആളുകൾ ബാക്കി ഉണ്ടായിരുന്ന റൊട്ടിയും ഈത്തപ്പഴത്തിന്റെ കുരു വരെ കൊണ്ടുവന്നിട്ടു. റസൂലുള്ളാഹി പ്രാർത്ഥിച്ചു, അതിന് വർദ്ധനവുണ്ടായി, ആളുകളൊക്കെ ഭക്ഷിച്ചു, എന്നിട്ട് അതിൽ ബാക്കിയുണ്ടായി. അത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ ഷഹാദത്ത് ചെയ്യുന്നു അല്ലാഹു അല്ലാതെ ഇലാഹില്ല, വ അന്നി റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന്. എന്നിട്ട് പറഞ്ഞു, ലാ യൽഖല്ലാഹ ബിഹിമാ അബ്ദു, ഈ രണ്ട് കാര്യം കൊണ്ട് അല്ലാഹുവിന്റെ അടിമയും കണ്ടുമുട്ടുന്നില്ല, വഗൈറ ശാക്കിൻ ഫീഹിമാ, ഇതിലൊരു സംശയമില്ലാതെ ഇല്ലാ ദഖല ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. അതായത് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അതിലൊരു ദൃഢമായ ബോധ്യം നമുക്ക് വേണം. എന്താണ് നമ്മൾ പറഞ്ഞിട്ട് എന്നുള്ള ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. അത്ര ദൃഢയായിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്. അള്ളാഹു റബ്ബായിട്ടും അള്ളാഹു ഇലാഹായിട്ടും അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുകളും അതിലൊരു സംശയം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള നിബന്ധനകൾ നമുക്ക് അടുത്ത ദിവസം നോക്കാം. കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. أقول قولي هذا أستغفر الله لي ولكم واستغفروه إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.